ഹലോ, ഇനി ഞങ്ങളുടെ കുറച്ച് ഗോവൻ വിശേഷങ്ങൾ കണ്ടാലോ. ഇബ്രുവിൻ്റെ ടോട്ടൽ ഫേസ് ശരിക്കും മനസ്സിലാക്കിയ ഒരു ട്രിപ്പ് കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ അവന് കറക്റ്റ് 2 വയസ്സ് കഴിഞ്ഞു. ഇതിനു മുമ്പ് പോയ എല്ലാ ട്രിപ്പ് പോലെ ഞങ്ങളുടെ പ്ലാനല്ല കാര്യങ്ങളും വർക്കൗട്ടായത്. ഈ ഫുൾ 3 ഡേയ്സ് അവൻ്റെ പ്ലാനിലായിരുന്നു ഞങ്ങൾ ഗോവ കണ്ടത്. ഫസ്റ്റ് ഡേ ഫ്രഷപ്പായി ഗോവ കാണാൻ ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഈ ചൂടത്തുള്ള കറക്കം അവൻ അത്ര കംഫർട്ടബിൾ അല്ലാന്ന്. ഫേസ് കണ്ടില്ലേ. സോ നേരെ റൂം തിരിച്ചു വന്ന് അവൻ്റെ കൂടെ പൂളിൽ അടിച്ചു പൊളിച്ചു. ബീച്ച് പോകാനുള്ള പ്ലാൻ ഈവനിങ്ങിലോട്ട് മാറ്റി. നൈറ്റ് ബീച്ച് അടിപൊളിയാണ് കേട്ടോ. ഈ ലൗഡ് വോയിസും ലൈറ്റും ഒന്നും അവൻ ഇറിറ്റേറ്റഡ് ആക്കിയില്ല. മാത്രമല്ല ഹി എൻജോയ്ഡ് ഇറ്റ്. നെക്സ്റ്റ് ഡേ ഫസ്റ്റ് പോയത് സൗത്ത് ഗോവയുള്ള ബോം ജീസസ് ചർച്ചിലോട്ടായിരുന്നു. തൃശ്ശൂർകാരുടെ സ്വന്തം സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ അല്ലെ പ്രാഞ്ചിയാട്ടൻ അവിടെയാണല്ലോ ഉള്ളത്. പിന്നെ തിരിച്ചു വന്ന് പൂളിൽ ചാടി ഈവനിങ് സെയിം പാകാപിച്ച് പോയി. നൈറ്റ് ബീച്ച് അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ചെയ്ത് റൂം വന്നു. ലാസ്റ്റ് ഡേ ചെക്കൗട്ടും ചെയ്ത് ഒരു ആസ്തറ്റിക് കഫേയിൽ പോയി. ശ്രീനിവാസൻ ഏതോ ഒരു ഫിലിമിൽ പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഗോവയോടൊരു ബൈ ബൈയും പറഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഓരോ യാത്രകളും ഓരോ മെമ്മറീസാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.